ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ 2-3 സേഫ്റ്റി മിറേഴ്സ് വെക്കണം. നമ്മുടെ സ്വന്തം ക്ലബ്ബായ യുവയുടെ പേരിലാണ് നമ്മളത് വെക്കുന്നത്. ആദ്യത്തെ സേഫ്റ്റി മിറർ വെക്കാനുള്ള കുഴിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കമ്പി വെക്കാനാണ് കുഴി എടുക്കുന്നത്. നമ്മളത് വെക്കാൻ പ്ലാൻ ചെയ്ത സമയം തൊട്ടേ മഴയാണ്. വെക്കുന്ന സമയത്ത് മഴ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. മഴയെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കിനി ഇത് എന്തായാലും ചെയ്തല്ലേ പറ്റൂ. മഴ പെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ ഏകദേശം ഒന്ന് നമ്മൾ ഫിറ്റ് ചെയ്തു. അത് അവിടെ വെച്ച ശേഷം അവിടെ കൂടെ പോയ വണ്ടിക്കാരത്തേക്ക് നമ്മൾ ചോദിച്ചു മിറർ കാണാമോ എന്ന്. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മഴ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ക്ലബിന്റെ പ്രസിഡന്റ് ആയ ശേഷമുള്ള സോനു ചേട്ടന്റെ ഫസ്റ്റ് പരിപാടിയാണിത്. പ്രസിഡന്റ് ആയ എങ്ങനെ വേണമെന്ന് പണിയെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് സോനു ചേട്ടൻ. കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടി കോൺക്രീറ്റ് കൂടെ കുഴച്ചിട്ടു. നാടിന് വേണ്ടി യുവ എന്നുള്ള സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയി. റോഡിന്റെ സൈഡിൽ നിന്ന് കുറെ കാടുകൂടെ വെട്ടിക്കളഞ്ഞപ്പോൾ അവിടെ മൊത്തത്തിലൊരു വെട്ടം വന്നു. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോയി. അടുത്ത സ്ഥലത്ത് വന്ന് അവിടെയും കുഴികുത്തി അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെയും കോൺക്രീറ്റ് ചെയ്ത് രണ്ടാമത്തതും വെച്ചു. വോളണ്ടിയർ എന്ന പേരിന് നീതി പുലർത്തുന്ന ഒരാളാണ് പോകുന്നത്. അങ്ങനെ ഇനി മൂന്നാമത്തെ മിറർ വെക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ കവറാണ് ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആവേശത്തിന്റെ പുറത്തൊരു കുത്തും കൊടുത്തു. തിരിച്ചു വരാതായപ്പോ ഒന്ന് പേടിച്ചും പോയി. അങ്ങനെ അടുത്ത ക്ലാസ്സും സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം മൂന്നാമത്തെ മിററും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമാധാനപരമായി അതെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കി ഒന്ന് കോൺക്രീറ്റ് എടുത്ത് 2-3 കുഴിയിലിട്ട് കുഴി അങ്ങ് നികത്തി. മഴ ആയതുകൊണ്ട് എത്ര ദിവസത്തേക്ക് ആ കുഴി അങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ 3 വളരെ സന്തോഷമായി തന്നെ നമുക്ക് വെക്കാൻ സാധിച്ചു. ഇന്നത്തെ പരിപാടി എന്തായാലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.